بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി അവരെ സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ശാസ്ത്രീയമായ പല കാര്യങ്ങളും ആരോഗ്യപരമായ പല കാര്യങ്ങളും നമുക്ക് ഉളൂഇന്റെ മസ്അലകളിലൂടെ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ചെറിയ വായനയെ പങ്കുവെക്കലാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആദ്യമായി ഉളൂവിലേക്ക് കടന്നു വരാം. ശരീരത്തിൽ വെള്ളം ചേരുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെള്ളം ശരീരത്തിൽ വീണു കഴിഞ്ഞാൽ ആ വെള്ളം ഒലിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ നിലവിൽ ഇവിടെ വീണ വെള്ളത്തിന് രൂപഭാവം വരാത്ത രീതിയിൽ ശരീരത്തിൽ നിന്നും എല്ലാ സാധനങ്ങളും തുടച്ചു മാറ്റി സോപ്പ് പത പോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കഴുകിക്കളഞ്ഞ് ശരീരം വളരെ ശുദ്ധമായി നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ വെള്ളം ചേരുന്നതിന് തടസ്സമില്ലാതെ വൃത്തിയായിരിക്കുന്ന ഒരു സമയത്താണ് വുളൂ അതിന്റെ പൂർണ്ണമായ രീതിയിൽ സംഭവിക്കുക. വുളൂയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യമായി നമ്മൾ വുളൂഇന്റെ നിയ്യത്ത് വെക്കണം. വുളൂഇന് 2 പ്രാവശ്യം നിയ്യത്ത് വെക്കാനുണ്ട്. ഒന്നാമത്തെ നിയ്യത്ത് സുന്നത്തുകൾ കൊണ്ടാണ് വുളൂ തുടങ്ങുന്നത്. അതുകൊണ്ട് സുന്നത്തുകളുടെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിയ്യത്താണ്. 2 കൈയും ചേർത്ത് പിടിച്ച് ഉരുമി വിരലുകൾ ഇടകോർത്ത് കഴുകുന്ന ആ സന്ദർഭത്തിൽ, അതായത് 2 മുൻകൈ കഴുകുന്ന സന്ദർഭത്തിൽ ഓർമ്മ വേണേ, നഖത്തിന്റെ ഇടയിലൊന്നും ചെളിയോ അഴുക്കോ കയ്യിൽ ബോൾ പേനയുടെ മഷിയോ ചുണ്ണാമ്പോ പൊളിഞ്ഞു വരുന്ന മൈലാഞ്ചിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. തുടങ്ങുന്ന നിബന്ധനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് 2 മുൻകൈ കഴുകുന്ന അവസരത്തിൽ ആദ്യ അവസരത്തിൽ തന്നെ നിയ്യത്ത് ചെയ്യണം. വുളൂഇന്റെ എല്ലാ സുന്നത്തുകളും ഞാൻ എടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ഒന്നാമത്തെ നിയ്യത്തതാണ്. രണ്ടാമത് ഫർളായ നിയ്യത്ത് വരുന്നത് മുഖം കഴുകുന്ന ആദ്യ അവസരത്തിലാണ്. അതിനു മുമ്പ് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂലി കിട്ടാനാണ് ആദ്യം തന്നെ ഈ നിയ്യത്ത്. വുളൂഇന്റെ എല്ലാ സുന്നത്തുകളും ഞാൻ എടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് 2 മുൻകൈ കഴുകണം. മുൻകൈ കഴുകുമ്പോൾ ഒരു ദിക്റുണ്ട്, ഒരു ദുആ ഉണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. ഈ ദുആ യഥാർത്ഥത്തിൽ 2 മുൻകൈ 3 പ്രാവശ്യം കഴുകാൻ കുറഞ്ഞ സമയം മതി. പക്ഷെ മുൻകൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദുആ ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിനർത്ഥം കൈ കൂടുതൽ കഴുകാൻ വേണ്ടി വരും. ഈ ദുആക്ക് അത്രയ്ക്കും ലെങ്ത് ഉണ്ട്. മുൻകൈ 3 പ്രാവശ്യം കഴുകാൻ ഈ ദുആന്റെ സമയം വേണ്ട. പക്ഷെ ഈ ദുആ ചൊല്ലി തീരുന്നവരെ മുൻകൈ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം. അതിനർത്ഥം മുൻകൈ കഴുകുന്നതിൽ കൂടുതൽ സമയം വേണ്ടി വരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുക. റമദാൻ വരുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റരുത്. മൂക്കിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് വിരൽ നനച്ച് തുടച്ചെടുക്കുക എന്നതാണ് ഏറ്റവും സൂക്ഷ്മത. പിന്നെ മുഖം കഴുകുക. മുടി മുളയ്ക്കുന്ന ഭാഗം താടയുടെ അറ്റം വരെ, 2 ചെവിയുടെ ഇടയിലുള്ള ഭാഗം. ആണുങ്ങളാണെങ്കിൽ തിങ്ങിയ താടിയാണെങ്കിൽ, തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി സംസാരിക്കുമ്പോൾ തൊലി കാണാൻ പാടില്ലാത്ത ഭാഗം, ഉള്ള് നനയൽ നിർബന്ധമില്ല. അങ്ങനെയുള്ള ഉള്ള് കാണാത്ത ഭാഗം വിരലിട്ട് വിടർത്തി കഴുകല് സുന്നത്താണ്. മുഖത്തേക്ക് വെള്ളം അടിക്കരുത്, ഒഴിച്ചാണ് കഴുകേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന ആദ്യ അവസരത്തിൽ നിയ്യത്തുണ്ടാവണം. വുളൂഇന്റെ നിയ്യത്ത് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു എന്നോ, അശുദ്ധി ഉയർത്താൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു എന്നോ, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു എന്നോ, ഇങ്ങനെ തുടങ്ങുന്ന നമുക്കറിയാവുന്ന ആ നിയ്യത്ത് ചെയ്ത് മുഖം കഴുകുക.
മുഖം കഴുകി ശേഷം എല്ലാം 3 പ്രാവശ്യം ചെയ്യണം സുന്നത്ത് പാലിച്ചുകൊണ്ട്. 2 കൈ മുട്ട് ഉൾപ്പെടുത്തി കഴുകുക, അല്പം കയറ്റി കഴുകൽ സുന്നത്താണ്. 2 കൈയും അങ്ങനെ കൈയും കഴുകി തലയിൽ നിന്നും അല്പം തടവുക എന്നാണ്. അല്പം എന്നത് തലയുടെ 4ൽ 1 ഭാഗത്തിൽ കുറയാതിരിക്കൽ സുന്നത്താണ്. തല പൂർണ്ണമായും തടവലാണ് ഏറ്റവും അഫ്ദല്, പൂർണ്ണമായ സുന്നത്ത്. പിന്നെ ചെവി മുഴുവൻ തടവണം. ചെവി തടവുമ്പോൾ ചെവിയുടെ കുഴിയിൽ ചൂണ്ടുവിരലും ചെവിയുടെ ബാക്ക് വശത്ത് തള്ളവിരലും വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുഴിയിലൂടെയുള്ള ചൂണ്ടുവിരലിന്റെ സഞ്ചാരം ഇങ്ങനെ പൂർണ്ണമായ ശേഷം ബാക്കിലൂടെയുള്ള വലിയ വിരലിന്റെ സഞ്ചാരം നടത്തുക. ഇങ്ങനെ ചെവിയുടെ ഈ കുഴിയിലൂടെ ഇങ്ങനെ ചൂണ്ടുവിരൽ സഞ്ചരിച്ച ശേഷം ബാക്കിലൂടെ തള്ളവിരൽ സഞ്ചരിക്കുക. ഇങ്ങനെ തുടങ്ങുന്ന രീതിയിൽ. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് മുഖം കഴുകുമ്പോൾ അങ്ങനെ കഴുത്തും കൂടി കഴുകുന്ന കാണുന്നുണ്ട്. അത് ഫിഖ്ഹിന് അതിൽ പിൻബലം ഇല്ല, മുഖം കഴുകാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാല് ഞെരിയാണി സഹിതം കഴുകുക. വുളൂഇന്റെ ശേഷം ശേഷിക്കുന്ന ഒരല്പം വെള്ളം നോമ്പ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ കുടിക്കൽ സുന്നത്താണ്, ഹൃദയം ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ആകാശത്തിന്റെ ദിശയിലേക്ക്, ആകാശം കാണണമെന്ന് നിർബന്ധമില്ല, ആകാശത്തിന്റെ ദിശയിലേക്ക് 2 കൈകളും ഉയർത്തി കണ്ണും ഉയർത്തി ഒരു ദുആ ഉണ്ട്. സ്വർഗത്തിന്റെ 8 കവാടം തുറന്നു കിട്ടുന്ന ദുആയാണിത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഏകദേശം നമ്മളൊക്കെ ചെയ്യുന്ന വുളൂഇന്റെ ഒരു രൂപമായിട്ടുണ്ട്. പൂർണ്ണമായ രീതിയിൽ കർമ്മശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഏകദേശം അതിന്റെ സുന്നത്തുകളൊക്കെ പാലിക്കാവുന്ന രീതിയിൽ സാധാരണ നമ്മൾ ചെയ്തു പോരുന്ന ആ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വിഷയം ഈ വുളൂഇൽ ആരോഗ്യപരമായ പലതും നമുക്ക് കണ്ടെത്താൻ കഴിയും. ആദ്യം നമ്മൾ തുടങ്ങിയത് മുൻകൈ കഴുകലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുൻകൈ കഴുകാൻ 3 പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ അതിന് വരുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം ആ ദിക്ർ ചൊല്ലിയിട്ട് കഴുകുമ്പോൾ വരുന്നുണ്ട്. അതിനർത്ഥം സമയമെടുത്ത് മുൻകൈ കഴുകുക എന്ന ഒരു സംവിധാനം ഈ മുൻകൈ കഴുകുന്നതിലൂടെ അള്ളാഹുവിന്റെ ദീന് വെക്കുകയാണ്. നിസ്കാരത്തിന്റെ ആരോഗ്യവശം പരിശോധിക്കുമ്പോൾ നാം ചെന്നെത്തുന്നത് വുളൂഇലൂടെ ആവട്ടെ നിസ്കാരത്തിന്റെ മറ്റു കർമ്മങ്ങളിലൂടെ ആവട്ടെ ശാസ്ത്രത്തിലേക്ക് മനുഷ്യൻ എത്തുകയാണ്. ശാസ്ത്രത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശാസ്ത്രത്തിനും ചിലത് പറയാനുണ്ട് എന്ന് ചുരുക്കം. ശാസ്ത്രകേരളം മാസികയുടെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാം. ജലദോഷം പടരുന്നത് കൈകളിലൂടെ, അതായത് മൂക്കിൽ പിടിക്കുമ്പോൾ ഈ കൈകളിലൂടെ ജലദോഷം പടരാൻ സഹായിക്കുന്ന അണുക്കൾ എത്തുകയാണ് എന്നാണ് ശാസ്ത്രകേരളം മാസിക പറഞ്ഞിരിക്കുന്നത്. 200-ൽ പരം വൈറസുകൾ ജലദോഷത്തിന് കാരണമാണ് എന്നാണ് പറയുന്നത്. 200-ൽ പരം വൈറസുകൾ, മിക്കവാറും അത് കൈ മുഖേനയാണ് മൂക്കിന്റെ തുമ്പിൽ എത്തുക എന്ന് ശാസ്ത്രകേരളം മാസിക പറയുന്നു. അല്ലെങ്കിലും ഈ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധമാക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം മുൻകൈയാണ്. മുൻകൈ 20 സെക്കൻഡോളം നല്ലോണം സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്ന് കൊറോണ വൈറസിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യ ശാസ്ത്രം പറയുമ്പോൾ നമ്മൾ അത് മിക്കവാറും പാലിച്ചു പോരുന്നു. ഒരു ടെലഫോൺ ചെയ്താൽ പോലും കോളർ ട്യൂൺ കേൾക്കുന്നത് പോലും ഈ കൈ കഴുകുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. കൈ കഴുകലിന് അത്ര പ്രാധാന്യം ആധുനിക ജീവിതം മനുഷ്യന്റെ മുന്നിൽ പറയുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ ആ പ്രാധാന്യം വുളൂഇലൂടെ കാണിച്ചു തരികയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഈ മുൻകൈ എന്ന് പറയുന്ന ഭാഗം നിസ്സാരമല്ല. അതേക്കുറിച്ച് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഭാഗമാണ്, ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ മുൻകൈ എന്ന ഭാഗം. ഈ മുൻകൈ എന്ന ഭാഗത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ എല്ലുകളും പേശികളും വെച്ചിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ ആകെയുള്ളത് 206 എല്ലുകളാണ്. 206 എല്ലുകളിലെ 27 എല്ലുകൾ ഈ മുൻകൈയിലുണ്ട്.
മാത്രവുമല്ല 20 പേശികളുമുണ്ട്. വിരലുകളെയും ശരീരത്തിന്റെ ഈ മുൻകൈയിന്റെ ഭുജത്തെയും ബന്ധിപ്പിക്കുന്ന ഏകദേശം 17 പേശികൾ വേറെയും നമുക്ക് കാണാൻ കഴിയും. ഇത്ര കണ്ട് ശരീരത്തിൽ ഇതുപോലെ ഉള്ള ഒരു ചിത്രം മുൻകൈയിലല്ലാതെ നമുക്ക് വേറെ എവിടെയും കാണാനില്ല. അതിനർത്ഥം ഇത്രയും ഗൗരവകരമായ ഒരു ഭാഗത്തിലൂടെ രോഗ അണുക്കളുടെ പ്രവേശനം ശരീരത്തെ സാരമായി ബാധിക്കുന്നു എന്നാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലൂടെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 30 പ്രാവശ്യം കഴുകുന്നുണ്ട്. ഒരു ദിവസം ഒരു സത്യവിശ്വാസി ഏറ്റവും കുറഞ്ഞത് ഈ മുൻകൈ, ഇത്രയും ഗൗരവകരമായ ശരീരത്തിന്റെ ഘടനയുള്ള ഈ ഭാഗം ഒരു സത്യവിശ്വാസി ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 30 പ്രാവശ്യം കഴുകുന്നുണ്ട്. എങ്ങനെയാണിത്? വുളൂഇൽ 2 മുൻകൈ കഴുകുക എന്നത് 3 പ്രാവശ്യവും മുട്ട് ഉൾപ്പെടെ കൈ മുഴുവനും കഴുകുക എന്നത് വരുമ്പോൾ ഒരു വുളൂഇൽ 6 പ്രാവശ്യം കഴുകുന്നുണ്ട്. 5 വഖത്തിൽ 6 പ്രാവശ്യം 30 പ്രാവശ്യമാവുകയാണ്. ഇത് കൂടാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മുൻകൈ കഴുകൽ സുന്നത്താണ്. ഭക്ഷണം കഴിച്ച ശേഷവും കഴുകൽ സുന്നത്താണ്. ഉറങ്ങി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകുക എന്നത് സുന്നത്താണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം സന്ദർഭങ്ങളിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൈ കഴുകുക എന്ന ഒരു അവസ്ഥയെ ദീനായി നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും ഇതൊക്കെ അമൽ ചെയ്യാനുള്ള ഭാഗ്യത്തിലേക്ക് ചേർത്തും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ പ്രവേശിച്ചാൽ അപകടത്തിലെത്താൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്ന ഒരു ഭാഗം, എല്ലാ നല്ലതിലേക്കും ചീത്തയിലേക്കും ഓടി നടക്കുന്ന ഒരു ഭാഗമാണ് മുൻകൈ. അത് എപ്പോഴും വൃത്തിയാക്കുക എന്ന ഒരു മെസ്സേജാണ് വുളൂഇന്റെ ആദ്യ ഭാഗത്തിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മാത്രവുമല്ല, വിരലുകളുടെ ചർമ്മത്തിനൊരു പ്രത്യേകതയുണ്ട്. വിരലുകളുടെ ചർമ്മത്തിൽ ആയിരക്കണക്കിന് നാഡീയഗ്രങ്ങൾ വന്ന് സംഗമിക്കാണ്. ആയിരക്കണക്കിന് നാഡീയഗ്രങ്ങൾ വന്ന് സംഗമിക്കുന്ന ഭാഗമാണ് മനുഷ്യന്റെ വിരൽ തുമ്പുകൾ. അതുകൊണ്ട് ഈ നാഡീയഗ്രങ്ങൾ ചതുരശ്ര സെന്റിമീറ്ററിൽ സംഗമിക്കുന്ന ഈ ഭാഗത്ത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വേഗത്തിൽ സംവേദനം അറിയാൻ കഴിയുന്ന ഭാഗമായി കാണപ്പെടുന്നു. ഈ നാഡീയഗ്രങ്ങൾ വന്ന് അവസാനിക്കുന്ന ഈ വിരൽ തുമ്പില് ഏറ്റവും കൂടുതൽ സ്പർശനം അറിയുന്ന ഭാഗം അതാണ്. മനുഷ്യ ശരീരത്തിലെ നാഡീയഗ്രങ്ങൾ വന്ന് സംഗമിക്കുന്ന ഈ ഭാഗത്ത് ഏറ്റവും ക്ഷമമായ മാർഗം ഈ വിരൽ പുച്ഛങ്ങളിലൂടെ ഒരു മനുഷ്യന് സാധ്യമാവുകയാണ്. വിരൽ തുമ്പ് തന്നെയാണ് നാഡീയഗ്രങ്ങൾ. അതുകൊണ്ട് അന്ധരുടെ കണ്ണ് എന്ന് പറയുന്നത് ഈ വിരൽത്തുമ്പുകളാണ്. അന്ധർ വായിക്കുന്നത് ഈ വിരൽത്തുമ്പുകളെ ആശ്രയിച്ചുകൊണ്ടാണ്. വിരൽത്തുമ്പുകൾ കൊണ്ട് അവർ അവരുടേതായ ലിപിയിൽ സ്പർശിച്ച് അവർ വായിക്കുന്നു. കാരണം സംവേദന മാർഗത്തിന്റെ ഏറ്റവും എളുപ്പത്തിലുള്ള സഞ്ചാരമുള്ളത് ഈ വിരൽത്തുമ്പിലൂടെയാണ്. ഇതെപ്പോഴും വൃത്തിയാക്കി ശുദ്ധിയാക്കി സൂക്ഷിക്കുന്തോറും ആ സംവേദന ശക്തി കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് ശാസ്ത്ര കേരള മാസിക പറയുന്നത്. മാത്രവുമല്ല, ഈ ഭാഗം, അതായത് മനുഷ്യ ശരീരത്തിലെ മുൻകൈ എന്ന് പറയുന്ന ഈ ഭാഗം, ഇതൊരു ശക്തി കേന്ദ്രമാണ്. ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇടിക്കുന്നത്, അല്ലേ? ഇതങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് പലതും സാധിക്കുന്നത്. ഈ വിരലുകൾ ശക്തമായി പിടിച്ചിട്ടാണ് അടച്ചുപൂട്ടപ്പെട്ട കുപ്പി തുറന്നെടുക്കുന്നത്. അയാളുടെ കൈ ഇങ്ങനെ ചേർത്ത് അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ കൈ തുറക്കാൻ മറ്റൊരാൾക്ക് ഏറെ പ്രയാസമാണ്. അതൊരു കൈ ബലമാണ്. മാത്രവുമല്ല, എവിടെ വേണമെങ്കിലും നമ്മുടെ ശക്തിയും കരുത്തും തെളിയിക്കാൻ ഖുർആൻ തന്നെ പറഞ്ഞത് ബിമാ കസബത്ത് ഐദിന്നാസ് എന്നാണ്. മനുഷ്യന്റെ കരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, മനുഷ്യ പ്രവർത്തനങ്ങളെ ഖുർആൻ സൂചിപ്പിച്ചത് കൈകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്രത്തോളം എന്തും ചെയ്യാൻ എപ്പോഴും ഒരു ധൈര്യത്തിന്റെ പ്രതീകമായി എപ്പോ വേണമെങ്കിലും, അത് ഉണർവിലും ഉറക്കത്തിലും ഒക്കെ ഓടി നടക്കുന്ന ഏറ്റവും ശക്തവും ഏറ്റവും ചലനാത്മകവുമായ ഒരു ശരീരഭാഗമാണ് മുൻകൈ. ഇത് ഏറ്റവും കൂടുതൽ വൃത്തിയാക്കേണ്ടത് ഈ ശരീരത്തെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനങ്ങളിലൂടെയും അവന്റെ രീതികളിലൂടെയും അവന്റെ ദീനിലൂടെയുമാണ്. വുളൂഇലൂടെ അത് സാധ്യമാവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുൻകൈ കഴുകി
ഇനി വായിൽ വെള്ളം കുപ്പിളിക്കണം. വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോൾ വായ്ക്കകത്ത് ഇരിക്കുന്ന ഭക്ഷണത്തിന്റെ ശകലങ്ങളും മറ്റും അവിടെ ഇരുന്ന് അതിന്റെ ഒരു ടൈം കഴിയുമ്പോൾ അത് കേടാവും. അത് ശുദ്ധമാക്കി പുറത്തേക്ക് കളഞ്ഞ് അവിടെ ഒരു ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് വായ കഴുകുന്നതിലൂടെ, വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിലൂടെ. ശക്തമായി ശുദ്ധമായ ജലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാണ് വായ കുപ്പിളിക്കുക. നമ്മൾ ഇതിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി, ഒളു ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സുന്നത്തുണ്ട്. ഒന്നുകിൽ ഒളുവിന് വേണ്ടി ഞാൻ മിസ്വാക്ക് ചെയ്യുന്നു എന്ന നെയ്യത്തോടുകൂടെ ആദ്യം മിസ്വാക്ക് ചെയ്തു വെക്കാം, അല്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യുന്നത് മുൻകൈ കഴുകിയ ശേഷം മിസ്വാക്ക് ചെയ്തിട്ട് വായിൽ വെള്ളം കുപ്പിളിക്കുക. അങ്ങനെയാണ് വേണ്ടത്. മിസ്വാക്ക് ചെയ്യുമ്പോൾ ഉരമുള്ള വസ്തു പല്ലിലൂടെ ഓടിച്ച് അമർത്തി, അതുപോലെ തന്നെ നാവിലൂടെ നീളത്തിലും ഈ രീതിയിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വായിൽ വെള്ളം കുപ്പിളിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിലും നമുക്ക് ശാസ്ത്രീയമായ പലതും കണ്ടെത്താൻ കഴിയും. ഇനിയുള്ളത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറയുന്ന പ്രവർത്തനമാണ്. അത് പലരും ചെയ്യൽ കുറവാണ്. മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ഒരല്പം കയറ്റിയിട്ട് ചീറ്റണം. അത് ശീലമില്ലെങ്കിൽ പതുക്കെ ശീലിച്ചു വരണം. റമദാൻ വരുമ്പോൾ അത് ഒഴിവാക്കുകയും വേണം. ഈ റമദാനിൽ ഒഴിവാക്കിയിട്ട് പിന്നെ റമദാൻ കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞില്ല, അതാണ് പിന്നെ അങ്ങനെ ശീലിച്ചു പോകുന്നത്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നത് ജലനേതി ക്രിയ എന്ന് പറയും അതിന് മലയാളത്തിൽ. ഇസ്തിൻഷാഖ് എന്ന് പറയും അറബിയിൽ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ 3 പ്രാവശ്യം കൊണ്ട് നമ്മുടെ നാസാദ്വാരങ്ങൾ നമ്മൾ ഡ്രസ് ചെയ്ത് കഴിഞ്ഞു. മൂക്കിന്റെ ദ്വാരങ്ങളെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു 3 പ്രാവശ്യം വെള്ളം കയറ്റി ചീറ്റലോടുകൂടെ. മൂക്കിലെ രോമത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങളും അണുക്കളെയും തെറിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ചീറ്റുക എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്വസന സംബന്ധമായിട്ടുള്ള പല പ്രയാസങ്ങളും മാറിക്കിട്ടും. ഒരുപാട് ആളുകൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു. അത് നാസാരന്ധ്രങ്ങളിൽ, അതായത് മൂക്കിന്റെ ദ്വാരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രോഗാണുക്കൾ മുഖേനയാണ്. അത് ചിലർക്ക് തലവേദന വരെ സൃഷ്ടിക്കുന്നുണ്ട്, മറ്റു ചിലർക്ക് കാഴ്ചക്കുറവ് സൃഷ്ടിക്കുന്നുണ്ട്. തുടങ്ങിയവർക്ക് പരിഹാരം ജലനേതി ക്രിയ എന്ന മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ എന്ന ഈ പ്രക്രിയയാണെന്ന് ഇതെവിടെയുണ്ട്? മലയാള മനോരമയുടെ സൺഡേ സ്പെഷ്യൽ ഒരിക്കൽ ഇത് സംബന്ധമായി ഒരു ഫീച്ചർ ഇറക്കിയിരുന്നു. വായിച്ച ഓർമ്മയിൽ നിന്നും വീണ്ടും തുടങ്ങട്ടെ. പിന്നെ ഉള്ളത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിലൂടെ സാധ്യമാകുന്നത് മൃഗങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥ മനുഷ്യന് സാധ്യമാവുകയാണ്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണം കന്നുകാലികൾ, അവർക്ക് ഈ പറയുന്ന മൂക്കിൽ നിന്നും മോശമായ സാധനങ്ങളെ, അതായത് പൊടിപടലങ്ങളെയും അണുക്കളെയും പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ജലനേതി ക്രിയ അവരുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതായത് അവരുടെ നാസാപഥങ്ങളിൽ അതിന് തൊട്ടടുത്തിരിക്കുന്നതായ വായു അറകളിലുള്ളതായ ദ്രാവകങ്ങൾ ഈ നാൽക്കാലികൾ തല കുനിച്ച് പിടിച്ചു പോകുമ്പോൾ ഈർപ്പത്തോടുകൂടെ പുറത്തേക്ക് ഒലിച്ചു വരുന്ന ആ കഫത്തിലൂടെ രോഗാണുക്കളെയും അതുപോലെ തന്നെയുള്ള പൊടിപടലങ്ങളെയും പുറത്തേക്ക് കളയാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ശക്തമായി ചീറ്റലും സംഭവിക്കുന്നതോടുകൂടെ ഈ ജലനേതി പ്രക്രിയ നാൽക്കാലികളിൽ നടക്കുന്നു. അല്ലെങ്കിലും നാൽക്കാലി എപ്പോഴും തല കുനിക്കേണ്ടി വരികയാണ്. വെള്ളം കുടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണം പുല്ല് പറിച്ചു തിന്നാൻ വേണ്ടിയാണെങ്കിലും തല അനക്കി കുലുക്കി അത് തല കുനിച്ചു പിടിച്ച് വായു അറകളിലെ ദ്രാവകങ്ങളെ പുറത്തേക്ക് കളഞ്ഞ് ഈ പറഞ്ഞ രീതിയിലുള്ള ജലനേതി ക്രിയ ചെയ്ത് അതിന്റെ ശ്വസന പ്രക്രിയയിൽ സുഗമമായ ഒഴുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു അനിഷേധി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യനിൽ ഇത് സാധ്യമാകുന്നത് ഉളൂയിലൂടെയാണ്. മനുഷ്യർ ഉളൂ ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി മൃഗങ്ങളിലൂടെ സംഭവിക്കുന്ന കാര്യം നടത്തിയെടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന, മൃഗങ്ങളെ പോലെ ഈ ജലനേതി ക്രിയക്ക് വേണ്ടി തല കുനിച്ചു പിടിച്ച് നടക്കേണ്ട മനുഷ്യൻ, അവൻ ഈ ഉളു എന്ന് പറയുന്ന സന്ദർഭത്തിൽ മാത്രം ഇത് ചെയ്താൽ ഈ പറഞ്ഞ അവസ്ഥയിലൂടെ അവന്റെ നാസാരന്ധ്രങ്ങളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിയും. മനുഷ്യവർഗത്തെ അള്ളാഹു പടച്ചിരിക്കുന്നത് നല്ല രൂപത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ വായിൽ വെള്ളം കുപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി മുഖം കഴുകലാണ്. മുഖം കഴുകലിലൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? കയ്യും മുഖവും കഴുകിയാൽ തന്നെ നമ്മുടെ ക്ഷീണം പകുതി അങ്ങ് മാറാണ്.
മുഖം കഴുകൽ ഒരു വലിയ ഉത്തേജനമാണ്. മുഖം കഴുകലിലൂടെ ഇവിടെ സാധ്യമാകുന്നത് നമ്മുടെ ചർമ്മങ്ങൾക്ക് ഒരു പ്രത്യേക കാന്തി ലഭിക്കുകയും നമ്മുടെ ചർമ്മങ്ങൾക്ക് ഒരു പ്രത്യേക തണുപ്പും ഉന്മേഷവും ലഭിക്കുക വഴി നമ്മുടെ ശരീരത്തിന് വലിയ ഉന്മേഷം ഉണ്ടാവുകയാണ്. മാത്രവുമല്ല, നമ്മുടെ കണ്ണുകൾക്ക് തണുപ്പ് കിട്ടാൻ മുഖം കഴുകുക എന്ന് പറയുന്ന ഉളൂഇന്റെ കർമ്മം കൊണ്ട് കഴിയുന്നു. മുഖം കഴുകുന്ന അവസരത്തിൽ നമ്മുടെ ഈ ഇമരോമത്തിനും പിരുകത്തിനും ഒക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് കണ്ണിന് തണുപ്പേകാൻ കഴിയുകയാണ്. അതുവഴി കണ്ണിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിവുകൾ സ്വായത്തമാക്കാൻ 80% സഹായിക്കുന്ന ശരീരത്തിന്റെ ഭാഗമാണ് കണ്ണ് എന്നുള്ളത്. വളരെ പ്രിയപ്പെട്ട അവയവമാണ് നമ്മുടെ കണ്ണ്. കണ്ണിലുണ്ണി എന്ന് പറയാറില്ലേ? ഏറ്റവും പ്രിയപ്പെട്ട ആളെ കുറിച്ചാ പറയാ കണ്ണിലുണ്ണി എന്ന് പറയാ. കണ്ണിലുണ്ണി, കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ ഞാൻ കാത്തു സൂക്ഷിച്ചു എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണ് എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസ്റു, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ ആ റൂഹ് പോകുന്ന വഴിക്ക് കണ്ണ് തുടരും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതായത് ഒരു മനുഷ്യന്റെ മരണത്തിന്റെ അവസാന ഭാഗം സംഭവിക്കുന്നത് അവന്റെ കണ്ണിലൂടെ എന്ന്. അവസാന ഭാഗം സംഭവിക്കുന്നത് കണ്ണിലൂടെ. അവന്റെ കണ്ണിലൂടെ അവസാന ഭാഗം, മരണത്തിന്റെ അവസാന ഭാഗം സംഭവിക്കുകയാണ്. ആദ്യം ദഹിച്ചു പോകുന്നത് കണ്ണാണ്. മനുഷ്യനെ മറവ് ചെയ്താൽ 3 ദിവസം ആവുമ്പോഴേക്കും കണ്ണ് ദഹിച്ചു പോവുകയാണ്. കണ്ണ് പോക്ക് എന്ന് പറഞ്ഞിട്ട് 3-ാം ദിവസം ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ സംഗമങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാവാറുണ്ട്. ശരീരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഈ അവയവം കണ്ണ്, അനിഷേധ്യമായി അള്ളാഹു വിശ്രമം കൊടുത്തിട്ടുള്ള ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്ന അവയവം. നമ്മുടെ ശരീരത്തിൽ ബാഹ്യമായ ഒരു കവചം കൊണ്ട് അള്ളാഹു സംരക്ഷണം നൽകിയ ചുരുക്കം ചില അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. ചുണ്ട് അള്ളാഹു നാവിനും പല്ലിനുമൊക്കെ ഒരു ബാഹ്യ കവചമായി നിർത്തിയിരിക്കുകയാണ്. കണ്ണ് എന്നുള്ളതിന് 2 ഇമയും അതുപോലെ തന്നെ ഇമരോമങ്ങളും അള്ളാഹു ബാഹ്യ കവചമാക്കി വെച്ചിരിക്കുകയാണ്. കണ്ണ് പലപ്പോഴും അകത്താണ് ഉള്ളത്. കണ്ണ് വല്ലപ്പോഴേ പുറത്തു വരികയുള്ളൂ. കണ്ണിന്റെ അധിക ഭാഗവും ഉള്ളിലാണ് ഇരിക്കുന്നത്, ഒരല്പമാണ് പുറത്തുള്ളത്. ഈ പുറത്തുള്ള അല്പം തന്നെ കൂടുതൽ സമയവും അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഒരു മിനിറ്റിന്റെ അകത്ത് എത്ര പ്രാവശ്യം 2 ഇമകൾ കൂട്ടി മുട്ടുമ്പോൾ കണ്ണ് അകത്തേക്ക് പോവാണ്, പൂർണ്ണമായും അകത്ത് പോവാണ്, പുറത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ അനിഷേധ്യമായി കണ്ണ് മിക്കവാറും സമയത്ത് അകത്തേക്ക് പോവാ. ഉറങ്ങുമ്പോൾ പൂർണ്ണമായും അകത്തായിരിക്കും. ഉറങ്ങുന്ന അനുസരിച്ച് അവന്റെ കണ്ണിന്റെ ഇമകൾ ഉറക്കത്തിന്റെ ശക്തി അനുസരിച്ച്, ആ തോതനുസരിച്ച് ഇങ്ങനെ അടഞ്ഞ് വരും. അവന്റെ അശ്രദ്ധ, ഉറക്കമെന്ന് പറയുന്ന അശ്രദ്ധയിലേക്ക് അവൻ പോകുമ്പോൾ കണ്ണിന് ഓട്ടോമാറ്റിക്കലി അശ്രദ്ധയുടെ കണക്കനുസരിച്ചുള്ള കവചം ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും. കൂടുതൽ അശ്രദ്ധ എന്ന ഉറക്കം അവനുണ്ടെങ്കിൽ കൂടുതൽ അത് അടഞ്ഞിരിക്കും. ചെറിയ ഒരു അശ്രദ്ധയാണുള്ളെങ്കിൽ അടയാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കും. ഈ രീതിയിൽ അള്ളാഹു ഒരു വല്ലാത്ത സിസ്റ്റമാണ് കണ്ണിൽ വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട അവയവം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കണ്ണ്, നമ്മൾ ഒരാളോട് സ്നേഹം തോന്നുമ്പോ കണ്ണാന്ന വിളിക്കാം അല്ലെ? കണ്ണാ എന്ന്. പ്രിയപ്പെട്ട അവയവമായതുകൊണ്ടാണ് കണ്ണാ എന്ന കണ്ണ് ചേർത്തിട്ടുള്ള ഒരു വിളി. ഒരു കുഞ്ഞിനെ വിളിക്കാൻ എന്താ കണ്ണാ എന്ന് വിളിക്കും അല്ലെ? അവയവം ഒന്ന് മാറ്റി നോക്കിയേ. ഉദാഹരണം, കാല് എന്ന് പറയുന്ന ഒരു അവയവം പ്രിയപ്പെട്ട ഒരാളെ വിളിക്കാൻ വേണ്ടി കണ്ണ് ഉപയോഗിച്ചു കൊടുത്ത് കാല് ഉപയോഗിച്ച് എങ്ങനെ ഇരിക്കും? കാലാന്ന് വിളിക്കേണ്ടി വരും, തല്ലുള്ളൂ അങ്ങനെ വിളിച്ചു കഴിഞ്ഞു. അപ്പൊ കണ്ണ് എന്ന് പറയുന്ന അവയവം ഒരു വല്ലാത്ത ഒരു പ്രത്യേകമായ ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അവയവമാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, കണ്ണ് സംസാരിക്കുന്ന ചില ഭാഷകളുണ്ട്. നമ്മുടെ മൗനം വലിയ സംസാരങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ണിലൂടെയാണ്. നമ്മൾ മിണ്ടാതിരിക്കുന്നുവെങ്കിലും നമ്മുടെ ഈ ആ മൗനത്തിനൊരു സംസാരം ഉണ്ടെങ്കിൽ അത് കണ്ണിലൂടെയാണ് ആ സംസാരം ഉണ്ടാവുക. കണ്ണ് സംസാരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയാം. സങ്കടം കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആഗ്രഹം കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. ദേഷ്യം കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. പഴയകാലത്തെ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. സ്നേഹം അത് കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. വിനയം കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്രണയം കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞാൽ പ്രണയം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ശകാരം, ശകാരിക്കുന്നൊക്കെ കണ്ണ് തുറിച്ച് പിടിച്ചതിന് നോട്ടമുണ്ടല്ലോ.
അത് കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ശകാരം അറിയാൻ പറ്റും. പരിഹാസം അത് കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. സമ്മതം കണ്ണടച്ചിങ്ങനെ സമ്മതിച്ചു വിട്ടില്ല, ഒന്ന് കണ്ണടച്ചേക്ക് എന്ന് പറയുന്നില്ലേ, സമ്മതം കണ്ണിന്റെ ഭാഷയാണ്, സംസാരമാണ്. അതുപോലെ തന്നെ താല്പര്യം, ഇങ്ങനെ കണ്ണുകുറ്റിയും നല്ലതാണെന്നുള്ള രീതിയിൽ ഒരു താല്പര്യം കാണിക്കും. ഇങ്ങനെ തുടങ്ങി ധാരാളം കണ്ണിന്റെ ഭാഷകൾ സജീവമായി നമുക്ക് കാണാൻ കഴിയും. ഈ അർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രിയപ്പെട്ട അവയവമാണ് കണ്ണ്. ഈ കണ്ണിനാണ് മുഖം കഴുകുക എന്ന ഉളൂഇന്റെ ആ പുണ്യമാക്കപ്പെട്ട പ്രവൃത്തിയിലൂടെ ഏറ്റവും വലിയ ഒരു പ്രയോജനമുണ്ടാവാം. ചെറുപാപങ്ങൾ പൊറുക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചെറുപാപങ്ങൾ പൊറുക്കുന്നിടത്ത് കണ്ണിന്റെ പാപങ്ങളാണ് മുഖം കഴുകലിലൂടെ ഏറ്റവും കൂടുതൽ പൊറുക്കപ്പെടുക എന്ന് നാം മനസ്സിലാക്കുക. കണ്ണെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു അവയവമാണ്. അതായത് ഒരു ലെൻസും പിന്നെ ഒരു റെറ്റിനയും കുറച്ച് ശുദ്ധജലവും ലവണ സാന്നിധ്യവുമാണ് കണ്ണ്. അള്ളാഹു കണ്ണിൽ ലവണം വെച്ചിട്ടുണ്ട്, ഉപ്പ് രസം. ഉപ്പ് എന്നത് കണ്ണിലെ ആ അല്പം വെള്ളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ചില മഹാന്മാര് പറയുന്നു അത് കണ്ണിൽ പായല് കെട്ടുമായിരുന്നു അത്രേ, അങ്ങനെ പറയുന്നത്. അതായത് കടൽ വെള്ളത്തിൽ അള്ളാഹു ഉപ്പ് രസം കൊടുത്തത് കടൽ വെള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ വെള്ളം കേടാകുമായിരുന്നു എന്ന പോലെ കണ്ണിന് ഈ അവസ്ഥ അള്ളാഹു കൊടുത്തത് കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മഹാന്മാരായ പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണുനീര് ഓരോ ശരീരത്തിനും ആ ശരീരത്തിലെ കണ്ണുനീര് ഔഷധമാണ്. പ്രത്യേകിച്ച് മലർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ ശക്തമായി കരയുമ്പോൾ അവരുടെ തൊണ്ട പൊട്ടിയാൽ അവരുടെ മൂക്കിന്റെ ദ്വാരങ്ങളിലൂടെ വായിലെത്തിച്ചേരുന്ന കണ്ണുനീര് ആ തൊണ്ടയുടെ മുറിവ് ഉണക്കാൻ കാരണമാകുമെന്ന് പല ആരോഗ്യ മാസികകളും നമ്മുടെ മുന്നിൽ ഈ ആശയം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം, അള്ളാഹുവിന്റെ പ്രത്യേക ശ്രദ്ധയുള്ള ഒരു അവയവമാണ് കണ്ണ് എന്നുള്ളത്. എന്ന് സൂറത്തുൽ ഗാഫിറിൽ കാണാം. ഈ കണ്ണിന്റെ കട്ടുനോട്ടം അള്ളാഹു പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ മുഖം കഴുകലായി. മുഖം കഴുകൽ കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈ കഴുകലാണ്. കൈ കഴുകുന്ന കൂട്ടത്തിൽ കാല് കഴുകുന്നതും കൂടി പറയാം. നമ്മുടെ ശരീരത്തിൽ ഗ്രന്ഥികളിൽ നിന്നും ജലരൂപത്തിൽ പുറത്തു വരുന്ന ദ്രാവകമായ വിയർപ്പ് ശരീരത്തിന്റെ വിസർജനമാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഈ ശ്വേതഗ്രന്ഥിയിലൂടെ ഏകദേശം 30 ലക്ഷം ശ്വേതഗ്രന്ഥികൾ മനുഷ്യ ശരീരത്തിലുണ്ട്. ആ 30 ലക്ഷം ശ്വേതഗ്രന്ഥികളിൽ നിന്നും പുറത്തു വരുന്ന വിയർപ്പ് ശരീരത്തിന് എപ്പോഴും കേടാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ശ്വേതഗ്രന്ഥികളുണ്ട്. അതിൽ നിന്നും പുറത്തു വരുന്ന വിയർപ്പ് ശരീരത്തിന്റെ പുറം ഭാഗത്തിരുന്നാൽ പല രാസപ്രവർത്തനങ്ങൾ കൊണ്ടും ശരീരത്തിന് കേടായ രീതിയിൽ ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് കഴുകിക്കളയല് ശരീരത്തിന് ഉന്മേഷമുണ്ടാക്കുകയാണ്. ഒരാൾ ദേഷ്യം പിടിക്കുമ്പോൾ ശ്വേതഗ്രന്ഥികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ വിയർപ്പ്, ആ വിഷ അംശമുള്ള ആ ദ്രാവകം അത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിക്കുന്ന ഒരാൾക്ക്, കോപിച്ചിരിക്കുന്ന ഒരാൾക്ക് ഉളൂ സുന്നത്താണ് എന്ന് പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇനി അടുത്തത് ഉളൂഇന്റെ ഒരു പ്രധാന ഭാഗമാണ്, ഫർളായ ഭാഗമാണ് തല തടവുക എന്നുള്ളത്. തല തടവുക എന്നത്, തല തടവുന്നത് യഥാർത്ഥത്തിൽ തല കഴുകാനും പാടില്ല, തല എന്ന നനവ് തീരെ തണുപ്പ് എത്താതിരിക്കാനും പാടില്ല, തണുപ്പ് കൂടുതലാവാനും പാടില്ല, തണുപ്പ് ഒട്ടും ഇല്ലാതിരിക്കാനും പാടില്ല. ഏകദേശം അതിന്റെ ഒരു ഇടയിലുള്ള ഒരു ഭാഗമാണ് തല തടവലിലൂടെ സംഭവിക്കുന്നത്. കൂടുതൽ നനയുന്നുമില്ല, എന്നാൽ തീരെ തണുപ്പ് എത്താതിരിക്കുന്നുമില്ല. സ്ത്രീകളുടെയും പുരുഷന്റെയും ശരീരത്തിൽ തലച്ചോറ് എന്ന് പറയുന്ന ഒരു പ്രധാന ഭാഗമുണ്ട്. ആ തലച്ചോറ് ആണിൻ്റെതും പെണ്ണിൻ്റെതും വ്യത്യസ്ത വലിപ്പമാണ്. യഥാർത്ഥത്തിൽ തല തടവലിലൂടെ ഈ തലച്ചോറിന് ഒരു ഉത്തേജനം നൽകൽ സംഭവിക്കുന്നുണ്ട്. തലച്ചോറിന് ഉത്തേജനം നൽകൽ സംഭവിക്കാണ്. തലച്ചോറ് എന്ന് പറയുന്ന നാഡീകോശങ്ങളുടെ കേന്ദ്രമായ ഈ ഭാഗം അത് ശരീരത്തിൽ കൂടുതൽ നനഞ്ഞ് തണുപ്പ് കൂടുതൽ അടിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ചൂടിൽ നിൽക്കാനോ പാടില്ലാത്ത അവസ്ഥയിൽ ഹൈപ്പോതലാമസ് ഗ്രന്ഥികൾ ഉൾപ്പെടെയുള്ള ശരീരത്തിന്റെ ചൂടിനെ നിയന്ത്രിക്കുന്ന ഭാഗം സ്ഥിതി ചെയ്യുന്ന തലയിൽ മെല്ലെ ഇങ്ങനെ ഒരു ചെറിയ തണുപ്പ് തലോടി എത്തുമ്പോൾ അത് ശരീരത്തിന് വല്ലാത്ത ആശ്വാസമാണ് എത്തിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉളൂഇലൂടെ ഇത് സാധ്യമാവുകയാണ്. തല തടവുമ്പോൾ
തലമുടി ഉള്ള തലയുടെ ഭാഗമാണ്. തലമുടി മുളച്ചു നിൽക്കുന്ന തലമുടി ഉള്ള ഭാഗത്തു നിന്ന് തടവണം. അല്ലാതെ മുടി ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഇവിടെ തടവല്ല വേണ്ടത്. സ്ത്രീകൾ ഇങ്ങനെ മുടി ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് പുറയുന്നു കൊണ്ടുവന്നിട്ട് തടവല്ല വേണ്ടത്. മുടി മുളച്ചു നിൽക്കുന്ന തലയുടെ ഭാഗത്തു നിന്ന് തന്നെ തടവണം. മാത്രവുമല്ല 1/4 കുറയാതെ തടവാൻ ശ്രമിക്കുകയും വേണം. 4 കുറയാതെ തടവണം. പരമാവധി അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ സുന്നത്തിന്റെ ഒരു പൂർണ്ണത കിട്ടുക. പിന്നെയും അതിലും കൂടുതൽ പൂർണ്ണമായും സുന്നത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് തല പൂർണ്ണമായും തടവുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഉള്ളത് ചെവിയാണ്. നമ്മുടെ ശബ്ദ തരംഗങ്ങളെ ക്യാച്ച് ചെയ്യാനുള്ള, അത് പിടിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ബാഹ്യ കർണം എന്ന് പറയുന്ന ചെവിയുടെ ഈ ഭാഗത്തിനുണ്ട്. അതിലൂടെ ഈർപ്പം എത്തിച്ച് അത് ഒന്ന് നനച്ച് മസാജ് ചെയ്ത് തടവിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ ഒരു ഉത്തേജനം ആ അവയവത്തിലൂടെ ലഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ശരീരത്തിൽ ആ ഭാഗം വളരെ മൃദുലമായ ഒരു ചർമ്മമായതുകൊണ്ട്, കൂടുതൽ ചൂട് പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിലൊരു തണുപ്പെത്തുന്നത് അവിടെയുള്ള നാഡികൾക്ക്, ഞരമ്പുകൾക്ക് കൂടുതൽ ഗുണകരമാകുമെന്നും ആരോഗ്യ മാസികകൾ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. മറ്റൊരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിന്റെ കാല് കഴുകൽ എന്ന് പറയുമ്പോൾ, കാൽ എന്ന പദം തന്നെ നമ്മുടെ ശരീരവുമായി എത്ര ബന്ധമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാം. കാൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 4-ൽ 1 എന്നാണ്. ശരീരത്തിന്റെ 4-ൽ 1 നമ്മുടെ കാല് എന്ന് പറയുന്ന ഭാഗം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിലത്ത് വെക്കുന്ന ഭാഗമാണ്. മുൻകൈയിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എന്തൊക്കെ പറഞ്ഞു, അതെല്ലാം ഏകദേശം പൂർണ്ണമായ രീതിയിൽ അതുപോലെ അല്ലെങ്കിലും മുൻകൈ പോലെ തന്നെയാണ് കാലിന്റെ താഴ്ഭാഗം, നിലത്ത് വെക്കുന്ന ഭാഗം. അതുകൊണ്ട് എപ്പോഴും വൃത്തിയായി തന്നെ കാല് കഴുകുമ്പോൾ നമുക്ക് ഉളൂഇലൂടെ സാധ്യമാകുന്നത് ശരീരത്തിന്റെ വലിയ ഒരു ആരോഗ്യ സംരക്ഷണമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രീതിയിൽ നമ്മുടെ മുന്നിൽ ഉളൂഅ്, നിസ്കാരവും ഒക്കെ ശാസ്ത്രത്തിന്റെ വലിയ ഒരു കലവറ തന്നെ തുറന്നു തരുമ്പോൾ, അള്ളാഹുവിന്റെ ദീന് അതിനുള്ള അവസരം തരുമ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്താനും പഠിച്ചെടുക്കാനും സർവശക്തനായ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉളൂവിന്റെ ഫർളുകളിൽ ശ്രദ്ധേയമായ അതിന്റെ അവസാനത്തെ ഫർള് തർത്തീബാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്യലാണ്. ഓർഡർ അനുസരിച്ച് ചെയ്യുമ്പോഴും അവിടെയും ഒരു ശാസ്ത്രം നമുക്ക് കാണാൻ കഴിയും. അതായത് ഓർഡർ അനുസരിച്ച് ചെയ്യുന്ന മനുഷ്യനിൽ ഓരോന്നിനു ശേഷം ഓരോന്ന് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത ആ പ്രവൃത്തിയുടെ പൂർണ്ണത നിലനിന്നുകൊണ്ടാണ് രണ്ടാമത്തതിലേക്ക് എത്തുക. ആ ഓർഡർ കൃത്യമായിട്ടും പാലിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ആരോഗ്യപരമായ അവസ്ഥയും ആത്മീയപരമായ അവസ്ഥയും നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.